യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഓരോ ഐഡിയോളജികളിൽ വിശ്വസിക്കുന്നവരാണ്. അവർ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി മാറി വേറൊരു പാർട്ടിയിലേക്കൊന്നും സാധാരണ പോകാറുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഐഡിയോളജികളിൽ അവരുടെ നേതാക്കന്മാരൊരാൾ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരൊക്കെയായിട്ട് പലപ്പോഴും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ കമ്മ്യൂണിസം വരുമെന്നോ സോഷ്യലിസം വരുമെന്നോ അല്ലെങ്കിൽ ഹിന്ദു രാജ്യം വരുമെന്നോ വരണമെന്നോ ഒന്നും അവർക്കൊന്നും നിർബന്ധമില്ല. പകരം ഇത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, കടുത്ത രീതിയിൽ വിശ്വസിക്കുന്നത് അണികളാണ്. ഈ നേതാക്കന്മാർക്ക് അങ്ങനെ അണികളെ വിശ്വസിപ്പിക്കാനുള്ള മിടുക്കുണ്ട്, അതുകൊണ്ടാണ് അവർ നേതാക്കന്മാരായി നിൽക്കുന്നത്. പക്ഷെ അവർക്ക് തന്നെ അറിയാം ഈ ഐഡിയോളജികളിലൊന്നും വലിയ കാര്യമില്ലെന്നുള്ളത്. ഏറ്റവും ആദ്യം ഇത് ഏറ്റവും മുകളിലുള്ള നേതാക്കന്മാർക്കാണ് ഒട്ടും വിശ്വാസമില്ലാതിരുന്നതെങ്കിൽ പിന്നീട് അതിൻ്റെ മിഡിൽ ലെവലിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കുമൊക്കെ മനസ്സിലായി ഇതൊന്നും ഈ ഐഡിയോളജികളിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും കുറേ അണികൾ വിചാരിക്കുന്നത് ഈ ഐഡിയോളജികളിലൊക്കെ പോലെ കാര്യമുണ്ട്, അതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നവനൊക്കെ അവർ ചീത്ത വിളിക്കുകയും അവർ ഭർസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടാവും. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലിപ്പോൾ രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂറുമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന അണികൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി, അഥവാ CPM പോലെ വളരെ പ്രത്യയശാസ്ത്ര ദൃഢതയുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, അതും ഒരു ടേമല്ല 2 ടേമിൽ, അതായത് 6 കൊല്ലത്തോളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുകയും 6-8 കൊല്ലത്തോളം അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുകയും ചെയ്ത മുല്ലശ്ശേരി മധു അവിടെ നിന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ വാചകം, ഞാൻ എന്തായാലും രാഷ്ട്രീയ പ്രവർത്തകനായി തുടർന്നല്ലേ പറ്റൂ, അതുകൊണ്ട് എനിക്ക് PV അൻവർ വിളിച്ചിട്ടുണ്ട്, കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട്, കൂടാതെ BJP വിളിച്ചിട്ടുണ്ട്, ഏതെങ്കിലേക്ക് ഞാൻ പോകുമെന്നാണ്. ഈ വാചകത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാചകവും കൂടിയുണ്ട്, അത് സഖാക്കളെല്ലാവരും കേൾക്കേണ്ടതാണ്. ഞാൻ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നായർ തറവാട്ടിലെ അംഗമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ നായരായി മാറിയത് എന്ന് ചോദിച്ചാൽ കേവലം 24 മണിക്കൂർ മുമ്പായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹത്തെ പോലൊരാൾ എങ്ങനെയാണ് CPMലേക്ക് വന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കട്ടെ. ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പന്നനായ അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ CPMലേക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പദവി കിട്ടുന്നു. കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ഒരു ടൈപ്പിൽ, അത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു സാമൂഹ്യ ബോധവുമില്ലാത്ത, ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഇത്തരത്തിലൊരു ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് BJPയിലേക്ക് പോകുമ്പോൾ പറയരുത് എന്ന് പോലും അറിയാത്ത ഒരാൾ ഉടനെ തന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഉയർത്തപ്പെടുന്നു. 2ാമത്തെ ടൈമിലും അദ്ദേഹം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഉയർത്തുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടക്കുന്ന കാറുകൾ ഒന്ന് ഓഡിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചിത്രം നോക്കിയപ്പോൾ 2-3 ഇന്നോവകളുണ്ട്, കൂടാതെ മറ്റ് കാറുകളുണ്ട്. പിന്നെ സ്വന്തം മകൻ മേഖലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെതാണെന്ന് അറിയില്ല, ഹാർഡ്ലി ഡേവിഡ്സൺ ബൈക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സമ്പന്നരായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറിപ്പറ്റിയത് എന്നുള്ളതിന് CPM ആദ്യം എന്നൊരു മറുപടി പറയണം. ഏതാണ്ട് 200-ലധികം വരുന്ന ആളുകൾ മാത്രമേ CPMൽ ഏരിയ സെക്രട്ടറിമാരാകാൻ കേരളത്തിൽ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഭരിക്കാവുന്നത്ര വിപുലമായിട്ടുള്ള അധികാരങ്ങളുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് എത്തിയിട്ടുള്ള ഒരാൾ വളരെ ലളിതമായി അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം പറയുന്നത് BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, നരേന്ദ്രമോദിയുടെ വികസനങ്ങളിൽ എനിക്ക് വലിയ താല്പര്യം തോന്നി എന്നുള്ളതാണ്. അതായത് 48 മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ വികസനത്തിൽ വലിയ താല്പര്യം തോന്നി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊന്നും ഇത്തരത്തിൽ ഐഡിയോളജികളിൽ വിശ്വസിക്കുന്നവരല്ല എന്നുള്ളത്. ഒന്നാമത്തത് അണികൾ, പാവപ്പെട്ട സാധാരണക്കാരായ അണികൾ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചീത്ത വിളിക്കാനും ഒക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഇനി അതുകൊണ്ട് തന്നെ അവരാരെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ആ വിമർശനത്തെ കേൾക്കുകയും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വസ്തുതാപരമായി നിങ്ങൾ പരിശോധിക്കുകയും വേണം. ഇനി 2ാമത്തെ കാര്യം, ഈ മുല്ലശ്ശേരി മധു പോയതിന് ശേഷം അവിടുത്തെ ജലീൽ എന്ന് പറയുന്ന പുതിയ ഏരിയ സെക്രട്ടറി, അങ്ങനെയാണ് പേരെന്ന് തോന്നുന്നത് അദ്ദേഹം വന്ന് മാധ്യമങ്ങളിലൂടെ പറയുന്ന വാചകങ്ങൾ കേട്ട് ഞാൻ വീണ്ടും ഞെട്ടി. അദ്ദേഹം പറയുന്നത് ഈ മംഗലപുരത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന, നമ്മുടെ പ്രവാസിയായിരുന്ന, ഇപ്പോൾ വലിയ സമ്പന്നനായിട്ടുള്ള മുല്ലശ്ശേരി മധു എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ സമ്പന്നനായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പണത്തോട് ഭയങ്കര ആർത്തിയാണെന്നും അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പിരിവ് നടത്തിയെന്നും ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഒരു സഹകരണ ബാങ്കിൽ ചെന്നൊരു അക്കൗണ്ട് തുടങ്ങിയെന്നും ആ അക്കൗണ്ടിൽ ലക്ഷങ്ങളുടെ ക്രയവിക്രയം നടന്നുവെന്നും അതെല്ലാം തന്നെ ഈ ജോയ് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം പിരിച്ചെടുത്തതാണെന്നും, പക്ഷെ പിരിച്ചെടുത്തതിൽ 1 രൂപ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചെലവാക്കിയിട്ടില്ല എന്നുമുള്ള ഗംഭീരമായിട്ടുള്ള അറിവാണ് നൽകുന്നത്. ഒന്ന്. 2ാമത്തേത്, 8 മാസമായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ്
അവിടെ ഒരു പാലുകാച്ചൽ നടത്തുമ്പോൾ അവിടെ സുരേന്ദ്രൻ വന്നിരുന്നുവെന്നും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് നമ്മുടെ കുമ്മനം രാജശേഖരൻ വന്നിരുന്നുവെന്നും അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള BJP ബാന്ധവവും ഒക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിനേക്കാളും ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇദ്ദേഹം അവിടെ ടൗണിൽ നടത്തുന്നുണ്ടെന്നും അവിടെ പറയാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഈ ജലീലിന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് നിരവധി പരാതികൾ വന്നിട്ടുണ്ടെന്നും അപ്പോൾ അതൊക്കെ പരിഹരിക്കണമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവെന്നും ഇതെല്ലാം 8 മാസം മുമ്പ് സംഭവിച്ചതാണ് എന്നുമാണ് ജലീൽ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇപ്പോൾ നമ്മൾ ചിലപ്പോഴും ജയ് വിളിക്കുകയും പാവപ്പെട്ട സഖാക്കൾ വന്ന് മറ്റേ വലിയ തോതിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്ന എത്ര നേതാക്കൾ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് CPM കൂടി മറുപടി പറയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ നിങ്ങളുടെ അന്ധമായിട്ടുള്ള ആരാധനയും അന്ധമായിട്ട് ആളുകളെ അവരെ എന്ത് ചെയ്താലും അതിനെല്ലാം ന്യായീകരിക്കണമെന്ന് പറയുന്ന ചിന്താഗതിയും മാറ്റണം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതേ രീതിയിലാണ്. നമ്മൾ തൊട്ട് മുമ്പാണ് നമുക്കറിയാം സന്ദീപ് വാര്യർ BJP വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോയത്. അദ്ദേഹം CPMലേക്ക് പോകാൻ വന്നപ്പോൾ AK ബാലൻ പറഞ്ഞത് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ സഖാവാണെന്നാണ്. കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മോശപ്പെട്ടയാളായി. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിലേക്ക് അദ്ദേഹം പോയി. ആ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ആയിട്ടുള്ള ഔദ്യോഗിക വക്താവായിട്ടുള്ള BJPയുടെ ഔദ്യോഗിക വക്താവ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നൊരു കാര്യം, നാട്ടുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെ കാറുമായിട്ട് കറങ്ങി നടന്ന് ലക്ഷങ്ങൾ പിരിവെടുത്ത് അടിച്ചു മാറ്റി സുഖലോലുപതയിൽ ജീവിച്ചു പോവുകയായിരുന്നു ഈ പറയുന്ന സന്ദീപ് വാര്യരെന്നും, കൂടാതെ രാത്രികളിലിരുന്ന് ചില ആളുകൾക്ക് ഇക്ലിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയക്കുമായിരുന്നു. അത്ര മഹാവൃത്തികെട്ടവനായിരുന്നു സന്ദീപ് വാര്യർ എന്നുള്ള നിലക്കാണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ സ്വഭാവം എന്തായിരിക്കും? കാരണം ഇതൊക്കെ അറിഞ്ഞിട്ടും, ഇതിപ്പോൾ 48 മണിക്കൂറും പറഞ്ഞതല്ലല്ലോ, അപ്പോൾ അറിഞ്ഞിട്ടും ഇവർ BJPയിൽ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ബാക്കിയുള്ള നേതാക്കന്മാർ എന്തായിരിക്കും എന്നുള്ളൊരു മറുപടി കൂടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പറയണ്ടേ. സുരേന്ദ്രൻ പറഞ്ഞ അടുത്ത വാചകമുണ്ട്, സന്ദീപ് വാര്യർ പോയി, അവരങ്ങനെ തന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, നിങ്ങൾ വലിയ തലവേദനയായി മാറിക്കോളും എന്നുള്ള നിലക്കാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഇവരെല്ലാം തൊടുത്തുവിടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യാതൊരുവിധ ഐഡിയോളജികളില്ലെന്നും ഒരു കറക്ക് സംഘമായി രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ആളുകൾ നിൽക്കുകയാണെന്നും അവർക്ക് താല്പര്യമുള്ളപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും അവർ മാറും എന്നുമാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇത് BJPയിൽ അന്ധമായി വിശ്വസിക്കുന്ന, അതിനുവേണ്ടി ആരാധിക്കുന്ന, അവർക്ക് വേണ്ടി ഈ യൂട്യൂബിലിരുന്ന് പോലും കമൻറ്റുകളിലൂടെ തെറി പറയുന്ന ആളുകളടക്കം കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സരീൻ എന്ന് പറയുന്ന ഒരാൾ. സരീൻ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസിന് നന്നാക്കണം, നന്നാക്കിയേ തീരൂ, ഈ തോന്നിവാസം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയതിന് ശേഷം 48 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം വരുന്നത് CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ മോശപ്പെട്ടൊരു പാർട്ടിയാണെന്നും VD സതീശനൊക്കെ പെരുമാറാൻ പോലും അറിയില്ലെന്നും അദ്ദേഹം RSSുമായി കൂട്ടുകച്ചവടം നടത്തിയാണ് നോർത്ത് പറവൂർ ജയിക്കുന്നത് എന്നുമൊക്കെ പറഞ്ഞിരുന്നു. സാറിനോട് എൻ്റെ ചോദ്യം, അപ്പോൾ ഈ കഴിഞ്ഞ 1-2 കൊല്ലം അവിടെ നിന്നപ്പോഴും പിന്നെ ഒറ്റപ്പാലത്ത് തെരഞ്ഞെടുപ്പിനുമൊക്കെ മത്സരിക്കുമ്പോഴും ആ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിനാണല്ലോ VD സതീശൻ പറവൂർ ജയിച്ചിട്ടുള്ളത്. ആ ജയിച്ചപ്പോഴൊന്നും സരിന് കുഴപ്പമില്ലായിരുന്നു. കാരണം എന്താ, സരിന് ഒറ്റപ്പാലത്ത് സീറ്റ് കിട്ടിയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പാലക്കാട് സീറ്റ് കിട്ടാതായപ്പോഴാണ് സരിന് ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ നിലവാരവും എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ സരിന് വേണ്ടി കീജയ് വിളിക്കുന്ന സഖാക്കളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇനി ഷാഫി പറമ്പിലിനോടും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പരിഹസിച്ചുകൊണ്ട് പറയണത് അവിടെ തന്നെ നിൽക്കണോട്ടാ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ അവിടെ തന്നെ നിന്നോ, വലിയൊരു തലവേദനയും ബാധ്യതയുമാണ് എന്നുള്ള നിലക്ക് കല്യാണ വീട്ടിൽ വെച്ച് ക്ഷയിക്കാൻ കൊടുക്കാതെ പോകുമ്പോൾ ഷാഫി പറയണത് ഞാനിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഉണ്ടാകണമെന്നാണ്. ഇനി തിരുവനന്തപുരത്ത് ഒരു നിയമസഭാ സീറ്റിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള വീണ നായർ എന്ന് പറയുന്ന ഒരു നടിയുമൊക്കെ ആയിരുന്നു. അവർ കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണ്. അവരിരുന്ന് മറുനാടൻ മലയാളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇദ്ദേഹം അങ്ങേയറ്റത്തെ ഏകാധിപത്യ പ്രവണതയുള്ള ഒരാളാണെന്നും പിന്നെ അത് കൂടാതെ വളരെ മോശമായിട്ടുള്ള ഒരാളാണെന്നും ജനങ്ങളോടൊന്നും യാതൊരു വിധത്തിലുള്ള പ്രതിപത്തിയില്ലാത്ത ആളാണെന്നും കൂടാതെ സാമ്പത്തികമായി തന്നെ ചില തിരിമറികളുണ്ടെന്നും ആ സാമ്പത്തികമായിട്ടുള്ള തിരിമറികളെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയുന്നില്ല എന്നുമുള്ള ഒരു സൂചന കൂടി കൊടുത്തുകൊണ്ടാണ് വീണ നായർ ഈ പറയുന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർക്കൊക്കെ എന്ത് ഐഡിയോളജിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉള്ളത്? പക്ഷേ ഈ ഐഡിയോളജികളൊക്കെ നാളെ നടപ്പാകും, ഇന്ന് നടപ്പാകും എന്ന് വെച്ചാൽ അന്ധമായി ആരാധിക്കുന്ന അണികളുടെയൊക്കെ കണ്ണ് ഇനിയെങ്കിലും തുറക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ, അതായത് ഏതാനും ഒരാഴ്ചക്ക് മുമ്പ് വരെ BJPക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന സന്ദീപ് വാര്യർ
തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നിട്ട് പറയുന്നത് അത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയാണ് BJP എന്നും അത് വിട്ടിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ കട തുറക്കാനും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട അണികളോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കാര്യം അറിയാം. അതറിയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ ഇതെല്ലാം ആമാശയപരമാണ് ഈ രാഷ്ട്രീയം. അല്ലാതെ ആശയപരമായിട്ടുള്ള ഒരു ദൃഢതയൊന്നും ഒരു നേതാവിന് പോലുമില്ല. അധികാരത്തിൽ നിൽക്കുക, അവിടെ നിന്ന് കുറച്ച് ചില്ലറ ഉണ്ടാക്കുക, സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും സുഖമായി സംരക്ഷിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഇവർക്കുള്ളൂ. അതുകൊണ്ടാണ് ആശയപരമായ ദൃഢതയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരുടെയൊന്നും മക്കൾ ഒരു രാഷ്ട്രീയത്തിലേക്കും കൃത്യമായിട്ട് വരാത്തത്. ഇനി വന്നാൽ അവർക്ക് സീറ്റുകൾ വേണമെന്നും അതുപോലെ തന്നെ അധികാരം കിട്ടണമെന്നുള്ള അതിമോഹം കൊണ്ട് മാത്രം വരുന്നതാണ്. അല്ലാതെ ഇതിനു വേണ്ടി തല്ലാനും കൊല്ലാനും ആർക്ക് വേണ്ടി ചാകാനൊന്നും ആളുകൾ തയ്യാറാകുന്നില്ല പ്രിയപ്പെട്ട അണികളെ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഇത് കോൺഗ്രസ് ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, NCP ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി, ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതേ അവസ്ഥ തന്നെയാണ് മതങ്ങളുടെ കാര്യത്തിലൊക്കെ ഉള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികളോ മതങ്ങളുടെ അകത്ത് നിന്നുള്ള ആളുകളോ അതിലെ നേതാക്കന്മാരോ ഒക്കെ തന്നെ ഏതെങ്കിലും നേതാക്കന്മാർ ഇന്ത്യക്കകത്ത് അതേലെ മതങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിൻ്റെ മതങ്ങളുടെ ഈ തുല്യതയില്ലാത്തതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒക്കെ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഇവർക്കെല്ലാം ഒരു വിശ്വാസവും ഇല്ലാത്തതുകൊണ്ടാണ് വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കളും ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കളടക്കമുള്ള നിരവധി കാര്യങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നത്. ഇപ്പോൾ ശബരിമലയിൽ ഒരു തവണ അരവണ പായസം ഉണ്ടാക്കാൻ വേണ്ടി 8 കൊല്ലത്തേക്ക് കരാർ കൊടുത്തിരുന്നു. വൻ അഴിമതിയാണ് അതിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകാനുള്ള ഇടിയുമൊക്കെ അതുകൊണ്ടാണ്. അവരുടെ ആളുകളെയും താല്പര്യമുള്ള ആളുകളെയൊക്കെ തിരികെ കയറ്റുന്നതാണ്. ഇനി നേരെ തിരിച്ച് വഖഫ് ബോർഡിലേക്ക് വന്നാൽ ഒരു കൊല്ലം ഏറ്റവും കുറഞ്ഞത് 16,000 കോടി രൂപ വരുമാനം കിട്ടേണ്ട വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കളിൽ നിന്ന് 100-150 കോടിയാണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ അവിടെ തലപ്പത്തിരിക്കുന്നവൻ ദൈവത്തെ പേടിയുള്ളവനും എന്തെങ്കിലും വിശ്വാസമുള്ളവനുമാണെങ്കിൽ ഇത് സംഭവിക്കുമോ? ഇങ്ങനെ ആളുകൾ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പല പരിപാടികളും നടത്തുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയുടെ കേസിൽ, അഭയ കേസിൽ പാവപ്പെട്ട സാധാരണക്കാരിയായിട്ടുള്ള അഭയോടൊപ്പം നിൽക്കാതെ സഭ മുഴുവൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന അച്ഛന്മാരുടെയും അതുപോലെ തന്നെ മദർ സുപ്പീരിയറിനും ഒക്കെ ഒപ്പം നിന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ആലോചിക്കണം. അവർക്കൊക്കെ പണം കിട്ടിയത് എവിടെ നിന്നാണ്? അവരെ കേസ് നടത്തിയത് എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസമുള്ളത് പലപ്പോഴും ഈ പറയുന്ന ആളുകൾ ഒരുമിച്ച് നിർത്താൻ, അത് വെച്ച് വില പേശാനുള്ള ഇവരുടെ അധികാരത്തിനും ഈ പറയുന്ന പോലെ ഇവരുടെ സുഖമായിട്ടുള്ള ജീവിതത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു പരിധി കൂടി പറഞ്ഞാൽ രാഷ്ട്രമെന്ന് പറയുന്ന സങ്കല്പം പോലും നമ്മളിൽ അതുപോലെയാണ്. നമ്മൾ ഇന്ത്യക്കാരനാണ് എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കണം ആദ്യം മനുഷ്യനാണെന്ന്. നമ്മൾ ഇന്ത്യക്കാരനാണ്, അതിൽ അഭിമാനം കൊള്ളാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് നാളെ പാകിസ്ഥാനിലോ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ മറ്റേ അമേരിക്കയിലോ ഒക്കെ ഒരാൾ മരിച്ചു വീഴുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. കേവലം 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ്, ഇനി കൂടി വന്നാൽ 110 വയസ്സ് വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കാനുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതിനിടയിൽ ഇത്തരത്തിലുള്ള വിഭജനങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്നിനെ തീവ്രമായി കൂടുതലായി സ്നേഹിച്ചാൽ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരോടൊക്കെ വെറുപ്പ് തോന്നും. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ കൂടുതലായി സ്നേഹിച്ചാൽ നമുക്ക് അത് അംഗീകരിക്കാത്തൊരുത്തരോട് ദേഷ്യം തോന്നും, വെറുപ്പ് തോന്നും. നമ്മൾ ഒരു രാജ്യസ്നേഹം പോലും അതിതീവ്രമാകുമ്പോൾ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നമ്മളെ കീഴിലേക്ക് വരണമെന്നും കീഴ്പ്പെടുത്തണമെന്നും അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ നമ്മളോട് ശത്രുതയുള്ളവൻ മരിക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ പാവപ്പെട്ടവനാണ്, ആ സ്ഥലത്ത് ജനിച്ചു വീണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പാകിസ്ഥാനിലൊക്കെ വളരെ പാവപ്പെട്ട ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ വിശന്ന് മരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോട് സഹാനുഭൂതി തോന്നാത്ത ആളുകളാക്കി മാറ്റുന്നത് നമ്മുടെ മനസ്സിനെ ഇത്തരത്തിൽ ഒരുമിച്ച് നിർത്തി വിഭജനങ്ങൾ ഉണ്ടാക്കി അതിൽ ഒരുമിച്ച് നിർത്താനുള്ള തന്ത്രങ്ങൾ കൊണ്ടാണ്. ആ തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള രൂപമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലും കാണുന്നത്. അത് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ വളരെ സിമ്പിളായി ലളിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുകയും അവരുടെ ആമാശയപരമായിട്ടുള്ള രാഷ്ട്രീയം തുടരുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കേൾക്കുന്ന അണികൾ മാറുമെന്നൊന്നും വിശ്വാസമില്ല. ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ തെറി വിളിക്കാനും, ഏതെങ്കിലും CPM-നെതിരെ പറഞ്ഞാൽ അതിന് ചീത്ത വിളിക്കാനും, BJP-ക്കെതിരെ പറഞ്ഞാൽ അതിന് ചീത്ത വിളിക്കാനും, കോൺഗ്രസിനെതിരെ പറഞ്ഞാൽ അതിന് ചീത്ത വിളിക്കാനും ഒക്കെ ആളുകളെ കിട്ടും. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിലെ നേതാക്കൾക്കും ഒന്നും തെറ്റുപറ്റാത്ത ആളുകളാണെന്നാണ്. പക്ഷെ ആ തെറ്റവർക്ക് പറ്റിയെന്നറിയാനായിട്ട് ഒരൊറ്റ കാര്യം വരെ വെയിറ്റ് ചെയ്യുക. അവർ ആ രാഷ്ട്രീയ പാർട്ടി വിട്ട് അടുത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വിളിച്ചു പറയും. അന്നേരം നിങ്ങൾ വിശ്വസിച്ചാൽ മതി.